ഹായ് ഫ്രണ്ട്സ്, കായിക താരങ്ങൾക്ക് മികച്ച അവസരങ്ങളുമായി ഇൻകം ടാക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായിരിക്കും ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. മൂന്ന് വിഭാഗങ്ങളിലായിട്ട് 97 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സ്റ്റെനോഗ്രാഫറിൽ വേക്കൻസി ഉണ്ട്, ടാക്സ് അസിസ്റ്റൻറ്റിൽ വേക്കൻസി ഉണ്ട്, ഒപ്പം MTSൽ അതായത് മൾട്ടി ടാസ്ക് സ്റ്റാഫിലും വേക്കൻസി വന്നിട്ടുണ്ട്. ആകെ 97 വേക്കൻസി വന്നിരിക്കുന്നതിൽ സ്റ്റെനോഗ്രാഫർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്നാൽ ടാക്സ് അസിസ്റ്റൻ്റ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കണം. MTS എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. സ്റ്റെനോഗ്രാഫറുടെ ഏജ് എന്ന് പറയുന്നത് 27 വയസ്സിൽ താഴെയാണ്. അതേസമയം ടാക്സ് അസിസ്റ്റൻ്റെയും 27 വയസ്സിൽ താഴെയാണ്. എന്നാൽ MTSൻ്റെ ഏജ് 25 വയസ്സിൽ താഴെയാണ്. ഇത് കായിക നേട്ടം നേടിയിട്ടുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇതിനൊരു പ്രയോറിറ്റി വെച്ചാണ് സെലക്ഷൻ നടക്കുന്നത്. ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അന്തർദേശീയ തലത്തിൽ മെഡൽ നേടിയവർക്കും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നവർക്കുമായിരിക്കും. രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ ജൂനിയർ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കും. മൂന്നാമത്തത് ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ സ്ഥാനം നേടിയവർക്കാണ്. അത് കഴിഞ്ഞാൽ ഖേലോ ഇന്ത്യ മത്സരങ്ങളിൽ സ്ഥാനം നേടിയവർക്കാണ്. അതിനുശേഷം നമ്മളുടെ സ്കൂൾ മത്സരങ്ങളിൽ സ്ഥാനം നേടിയവർക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചവർക്കുമായിരിക്കും ഈ അവസരങ്ങൾ കൊടുക്കുക. അപ്പോൾ സാധാരണ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. ഇതിനകത്ത് കായിക താരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ചെയ്യാൻ സാധ്യതയുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്, അന്തർദേശീയ തലത്തിൽ എനിക്ക് മെഡൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അന്തർദേശീയ തലത്തിൽ മത്സരത്തിൽ മെഡൽ നേടിയ കായിക താരങ്ങൾക്ക് മറ്റു പലയിടത്തും ജോലി സാധ്യത ഉണ്ടായിരിക്കും, അവർ ജോലി നേടിയവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ സീനിയർ മത്സരങ്ങളിലോ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലോ മെഡൽ നേടിയവർക്ക് ഈ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒപ്പം ഇവിടുത്തെ കായിക അഡ്മിനിസ്ട്രേറ്റേഴ്സ് നടത്തുന്നവർക്ക് എനിക്ക് പറയുവാനുള്ളത്, ഖേലോ ഇന്ത്യ ഗെയിംസിനെ സത്യത്തിൽ കേരളത്തിൽ അല്പം പ്രാധാന്യമില്ലാതെ എങ്ങനെയോ കണ്ടു എന്നുള്ളതാണ് വാസ്തവം. കുറേ കാലമായി ഖേലോ ഇന്ത്യ നടത്തിയ ഒരു പരീക്ഷണം വെച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടോ നമ്മളുടെ മികച്ച കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ ഈ ഇൻകം ടാക്സ് വേക്കൻസിയിൽ ഖേലോ ഇന്ത്യ ദേശീയ മത്സരങ്ങളിലും പാരാ മത്സരങ്ങളിലും ഒക്കെ സ്ഥാനം നേടിയ കായിക താരങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതുകൊണ്ട് വരും കാലങ്ങളിലെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ മികച്ച കായിക താരങ്ങൾ ഈ ഖേലോ ഇന്ത്യ മത്സരത്തിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളൊരു ആഹ്വാനം കൂടെ ഇപ്പോൾ ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം പറയുവാനുള്ളത്, സാധാരണ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ജോലി ലഭിക്കുന്ന മുഴുവൻ പേർക്കും ഒരു പ്രത്യേക ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത്. കായിക താരങ്ങൾ പ്രത്യേകിച്ച് ടെസ്റ്റിൽ വളരെ പിന്നോക്കവുമായിരിക്കും. പക്ഷേ ഇത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുന്നത് കൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കേണ്ടതായിരിക്കുന്നു. ഒപ്പം ഈ ടാക്സ് അസിസ്റ്റൻ്റെയും സ്റ്റെനോഗ്രാഫറുടെയും സാലറി ഏകദേശം 65,000 രൂപയിൽ കൂടുതൽ ഒരു മാസം കിട്ടും. ഒപ്പം MTSൻ്റെ സാലറി ഏതാണ്ട് 35,000-ൽ കൂടുതൽ ലഭിക്കും. ഇന്ന് ഇന്ത്യയിലെ സാലറിയുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് 35,000 രൂപയും അഥവാ ഗ്രാജുവേഷൻ ലഭിച്ച ഒരാൾക്ക് 65,000 തുടക്ക ശമ്പളവും എന്ന് പറയുന്നത് വളരെ നല്ല ശമ്പളമാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഒപ്പം വേറുള്ളത്, ഇതിൻ്റെ പോസ്റ്റിംഗ് മുംബൈ റീജിയനിലാണ്. അപ്പോൾ നിങ്ങൾ ഈ മുംബൈയിലാണ് ഈ 97 വേക്കൻസി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇനിഷ്യൽ പോസ്റ്റിംഗ് മുംബൈയിലായിരിക്കും. പക്ഷേ മുംബൈയിൽ വരെ പോകണമല്ലോ എന്ന ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം സാധാരണ നിലയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് കുറേ കാലങ്ങൾക്കൊക്കെ ശേഷം സ്വന്തം സ്റ്റാഫിന് അവരുടെ ഇഷ്ടാനുസരണം പോസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു മെത്തേഡുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആകെ വേക്കൻസി 97 എന്ന് പറയുന്നത് 16 കായിക ഇനങ്ങളിലാണ്. അതായത് അത്ലറ്റിക്സിൽ 26 വേക്കൻസി നമ്മൾക്കുണ്ട്, ഫുട്ബോളിൽ 11 വേക്കൻസി ഉണ്ട്, വോളിബോളിൽ 6 വേക്കൻസി ഉണ്ട്. അങ്ങനെ 16 കായിക ഇനങ്ങളിലുള്ള വിവിധ വേക്കൻസി സ്ക്രീനിൽ അവസാനം നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അതിനേക്കാളൊക്കെ ഉപരി
ഓൺലൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ഒറ്റ ആപ്ലിക്കേഷൻ ഫോമേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ അത് ഡിസ്ക്വാളിഫൈ ആകും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് മാത്രം കൊടുത്താൽ മതി. അതായത് നിങ്ങളുടെ ടാക്സ് അസിസ്റ്റൻറ്റിലേക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എങ്കിൽ പ്രിഫറൻസ് 1 ടാക്സ് അസിസ്റ്റൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ 3 പ്രിഫറൻസും കൊടുക്കാം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും ഇങ്ങനെ പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സാധ്യത അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. പ്രത്യേകിച്ച് ഇവരുടെ കോച്ചസിനോടും സപ്പോർട്ടിംഗ് സ്റ്റാഫിനോടും എനിക്ക് പറയുവാനുള്ളത്, പലപ്പോഴും നമ്മുടെ കായിക താരങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷിക്കുവാനുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. നിർബന്ധമായി നിങ്ങൾ അവരെ സഹായിക്കുക, നമ്മുടെ കായിക താരങ്ങൾക്കൊരു തൊഴിൽ ലഭ്യമാകട്ടെ. അതിനേക്കാൾ വേറൊരു കാര്യം കൂടി പറയുവാനുള്ളത്, കായിക താരങ്ങൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കും ഒപ്പം ടാക്സ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കും സ്കിൽ ടെസ്റ്റ് നിർബന്ധമാണ്. സ്കിൽ ടെസ്റ്റിനെ പറ്റി അല്പം കൂടെ വിശദമായിട്ട് പറയാം. നമ്മളുടെ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയോഗിക്കപ്പെടുന്നതെങ്കിൽ സ്റ്റെനോഗ്രാഫിയുടെ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് നടക്കും. അത് സെലക്ഷൻ പ്രോസസ്സിന് ശേഷം മാത്രമാണ്. രണ്ടാമത്, ടാക്സ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് കീ ഡിപ്രഷൻ നോക്കുന്ന, അതായത് നിങ്ങളുടെ ഡേറ്റ എൻട്രി ടെസ്റ്റാണ്. സാധാരണ നിലയിൽ ഡേറ്റ എൻട്രി ടെസ്റ്റ് നടക്കുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലായിരിക്കും, അതായത് ലാപ്ടോപ്പിലല്ല. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാര്യം, നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒന്നുകിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലായിരിക്കും. പക്ഷേ ഡെസ്ക്ടോപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത്, സെലക്ഷൻ്റെ സാധ്യത വരുമ്പോൾ അവസാനത്തെ ഒരു 2-3 മാസം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഡെസ്ക്ടോപ്പിൽ നിങ്ങളൊന്ന് ടൈപ്പിംഗ് പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വലിയൊരു ബുദ്ധിമുട്ടായി നിങ്ങൾ ആരും കരുതേണ്ടതില്ല. ഇതിൻ്റെ അവസാന തീയതി 31 ജനുവരിയാണ്. 16 ഇനങ്ങളിലാണ് വേക്കൻസി വരുന്നത്. 3 തസ്തികകളിലേക്കാണ് വേക്കൻസി ഉള്ളത്. നിങ്ങളുടെ പോസ്റ്റിംഗ് മുംബൈയിലായിരിക്കും. ഓർക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വേക്കൻസിയാണ് വരുന്നത്. വളരെ നല്ല സാലറി പാക്കേജ് കൂടി വരുന്നൊരു വേക്കൻസിയിൽ നമ്മുടെ കായിക താരങ്ങൾ നിർബന്ധമായും അപേക്ഷിക്കുക. എല്ലാ വിജയാശംസകളും. നന്ദി.